ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ലക്ഷ്മിയെ പോലീസുകാര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് രേവതിയെ വിളിച്ചിട്ട് ദേവു പറയുന്നതായിരുന്നു. എന്നാൽ സച്ചി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് ആദ്യം വിടാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ സച്ചി അറിയുന്ന ഒരു കോൺസ്റ്റബിള് സച്ചിക്ക് ഒരു വക്കീലിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, ഒരുവിധം കേസൊക്കെ കോടതിയിലെത്താതെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഒത്തുതീർപ്പാക്കാൻ അയാൾ നല്ലൊരാളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്പർ കൊടുക്കുന്നത്. പക്ഷേ സച്ചിയും രേവതിയും അതുപോലെ തന്നെ ദേവും കൂടി കേണ അപേക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മിയെ വെറുതെ വിടുവാണ്. അത് മാത്രമല്ല, ഒരു ദിവസത്തെ സമയമാണ് കൊടുക്കുന്നത്. അതിനുള്ളിൽ ശരത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഹാജരാവണം എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് SI പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആന്റണിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആന്റണിയും അതുപോലെ തന്നെ ദാസും കൂടി ചേർന്നിട്ട് ശ്രുതിക്ക് മറ്റൊരു പണി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ നോക്കാം കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് വക്കീലിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. വക്കീലിന്റെ ഓഫീസിന്റെ മുന്നിൽ എത്തുന്നുണ്ട് കേട്ടോ. അവിടെ എത്തി രേവതിയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല വക്കീലാണോ എന്ന് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അത് ആർക്കാണ് അറിയുന്നത്, കോൺസ്റ്റബിൾ അങ്ങനെയല്ലേ പറഞ്ഞത്, നമുക്ക് എന്തായാലും സംസാരിച്ച് നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വക്കീൽ ഓഫീസിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് വക്കീലിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സംസാരിക്കുന്ന ആള് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയും അതുപോലെ രേവതിയും കൂടി വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറുവാണ്. ചെന്ന ഉടനെ തന്നെ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. വക്കീലാണെങ്കിൽ അവരുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുവാണ്. വക്കീല് സച്ചിയെ കണ്ട ഉടനെ തന്നെ പേര് സച്ചിയാണെന്നുള്ള കാര്യം അറിയിക്കുമ്പോഴേക്കും നിങ്ങളുടെ അളിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, അതെങ്ങനെ സാറിന് അറിയുന്നെന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. കോൺസ്റ്റബിള് എല്ലാം എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സർ. അതെ, സാറ് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളും ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം സച്ചിയും അറിയിക്കുകയാണ്. നിന്റെ അമ്മയുടെ കയ്യിൽ നിന്നാണല്ലേ അവൻ പണം മോഷ്ടിച്ചത്, അവൻ പഠിക്കുന്ന പയ്യനല്ലേ, എന്തിനാണ് ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഓരോ പണിക്ക് പോകുന്നത്, പൈസ ഇല്ലാത്തത് കൊണ്ട് ചെയ്തതാണോ എന്ന് വക്കീല് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട രേവതി, അല്ല സർ, അവനൊരു ദേഷ്യത്തിന്റെ പുറത്ത് അറിയാതെ ചെയ്തു പോയതാണ് സർ. അവൻ എന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പണ്ടെങ്ങാണ്ടോ അവൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരും പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോഴൊക്കെ അവൻ മോഷ്ടിക്കാൻ വേണ്ടി കയറി വരുന്ന എന്ന് പറഞ്ഞിട്ട് അവന്റെ മനസ്സ് വല്ലാതെ നോവിപ്പിക്കാറുണ്ട്. അതിന്റെ പേരിൽ അവൻ ചെയ്തു പോയതാണ്. എന്നാൽ ആ പണമൊക്കെ അമ്മയ്ക്ക് തിരികെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. തുടർന്ന് രേവതി പറയുന്നത്, സർ, അവൻ പഠിക്കുന്ന പയ്യനാണ്. ഇപ്പോ പരീക്ഷയാണെങ്കിൽ അടുത്ത് വരികയാണ്. ഇങ്ങനത്തെ ഒരു കേസിലൊക്കെ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അവന്റെ ഭാവി ഇല്ലാതായി പോകും സർ. സാറ് എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഈ വിഷയത്തില് ഏറ്റവും നല്ലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അവൻ പോലീസ് കസ്റ്റഡിയിലായിട്ടില്ല. അങ്ങനെ കസ്റ്റഡിയിലായിട്ടുണ്ടായിരുന്നെങ്കിൽ അവന്റെ മേലെ കേസ് ചാർജ് ചെയ്തിട്ട് ഉടനെ തന്നെ കോടതിയിൽ ഹാജരാക്കിയേനെ. ആ പയ്യൻ അറസ്റ്റ് ആവാതെ ഇരിക്കുന്നത് വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ശരി, ആ പയ്യനിപ്പോ എവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് കേട്ട് സച്ചിയും അതുപോലെ രേവതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. നിങ്ങൾ പോലീസിന്റെ അടുത്ത് പറയാതിരിക്കാം, പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവനെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയമില്ല. കാരണം നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വീടുകളിലും പോലീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതിനുള്ളിൽ തന്നെ നമ്മൾ ഇത് തീർക്കണം സർ. എത്രയും വേഗം തന്നെ എന്റെ അനിയനെ ഈ കേസിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം എന്നുള്ള കാര്യം രേവതിയും ആവശ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല സർ, എന്റെ അമ്മയെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവരിരുത്തി. അതെ സർ, ശരത്തിനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ മേലെ കേസ് ചാർജ് ചെയ്യുന്നതാണ് SI പറഞ്ഞിരിക്കുന്നതെന്ന് സച്ചിയും അയാളടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട വക്കീല് പറയുന്നുണ്ട് കേട്ടോ, അതെങ്ങനെയാ അവരങ്ങനെ ചെയ്യുന്നത്, എങ്കിലും ചോദ്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോവാം, അല്ലാതെ ഒരിക്കലും കേസൊന്നും മാറ്റി എഴുതാനൊന്നും പറ്റില്ല. അതൊക്കെ ചുമ്മാ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നതാണ്. നിങ്ങൾ എന്തായാലും ഭയപ്പെടുന്നു വേണ്ട, അതിനെക്കുറിച്ചിട്ട് ഞാൻ SIയുമായിട്ട് സംസാരിച്ചോളാം സർ. ഈ ഒരു ഇതെന്ന് ശരത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇതുപോലത്തെ കേസൊന്നും കോർട്ടിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് പണത്തിന്റെ ചെലവാകും, എത്രയാവും എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇതില് ഒരു ചെലവും വരാതെ ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. അത് കേൾക്കുമ്പോൾ സച്ചി വെക്കുന്നുണ്ട് കേട്ടോ, എന്താ വഴിയെന്ന്. ഈ കേസ് എഴുതി കൊടുത്ത ആളുണ്ടല്ലോ, അവരെ കംപ്ലൈന്റ് പിൻവലിക്കണം. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് കേസ് പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിയും. എന്തായാലും ചന്ദ്ര അത് പിൻവലിക്കില്ല എന്നുള്ള കാര്യം സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ആ കാര്യം വക്കീലിനെ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും സംസാരിച്ച് നോക്കാതെ കാര്യങ്ങൾ പറയല്ലേ, ആ വഴിയെ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് പണം ചെലവാകുന്നുള്ള കാര്യം പറയണേ. ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചിയും രേവതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വീട്ടിലെത്തിയതിന് ശേഷമാണ് കാണിക്കുന്നത്. രേവതി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ സച്ചിയേട്ടാ നമ്മൾ എന്താ ചെയ്യാ, വക്കീലാണെങ്കിൽ ഇങ്ങനെയല്ലേ പറഞ്ഞത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അമ്മ കേൾക്കോ എന്ന്
രേവതി ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ എന്തായാലും അമ്മ സമ്മതിക്കില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമ്മ കേസ് പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. അച്ഛനെ ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം അന്ന് തന്നെ പറഞ്ഞതല്ലേ, പിന്നെ ഇനിയിപ്പോ നമ്മൾ എങ്ങനെ വീണ്ടും പോയി ചോദിക്കുന്നത്? അത് അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും. നമുക്ക് എന്തായാലും പോയിട്ട് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും വീടിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. ഉള്ളിലേക്ക് കയറി വരുമ്പോ തന്നെ രവി അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്, ഭക്ഷണം കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല അച്ഛാ, ഇപ്പൊ കഴിക്കണം. അച്ഛനടുത്ത് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോഴേക്കും കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ രവി. അച്ഛൻ കുറച്ച് മനസ്സലിവ് കാണിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇവരുടെ സംസാരം കേൾക്കുമ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ കാര്യം മനസ്സിലാവുന്നത്? അച്ഛാ, ശരത്തിനെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവൻ ചെയ്ത തെറ്റിനെ പോലീസ് അന്വേഷിക്കാതിരിക്കുമെന്ന് തിരിച്ച് രവി ചോദിക്കുവാണേ. അച്ഛാ, അവൻ തെറ്റ് ചെയ്തു ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയും. പക്ഷെ അവൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം എന്താകും? ഇങ്ങനെ ഒരു കാര്യം അച്ഛനടുത്ത് ചോദിക്കുന്നത് തെറ്റാണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ എന്റെ അനിയന് വേണ്ടിയിട്ട് അച്ഛൻ എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ആ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആവശ്യപ്പെടുമോ എന്ന് സച്ചി ഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് സംസാരിച്ചു നോക്കാം. എന്നാൽ ഇത് അതുപോലത്തെ ഒരു കാര്യമല്ലല്ലോ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരടുത്ത് പോയിട്ട് സഹായം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ഒരു മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ അവര് നോക്കി കാണുള്ളൂ. കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. അവൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പറയുന്നുമില്ല. മോഷ്ടിച്ച് പണം ഉണ്ടാക്കിയിട്ട് വലിയൊരാളാവണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല അവൻ. അവൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അമ്മ ചീത്ത പറഞ്ഞതിന് അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് മാത്രം ചെയ്തതാണ്. ഇനി ഒരിക്കലും അവൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല അച്ഛാ ഈ ജന്മത്തില്. അച്ഛനൊന്ന് അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ട് കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറ അച്ഛാ. ഇതെല്ലാം കേട്ടുകൊണ്ട് സുധി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അച്ഛാ, ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് അച്ഛൻ സംസാരിക്കാൻ വേണ്ടി പോകണ്ട. നിന്റെ അടുത്ത് ആരെങ്കിലും ഇതിൽ കയറി ഇടപെടാൻ വേണ്ടി പറഞ്ഞോടാ, മിണ്ടാതിരുന്നോളാൻ വേണ്ടിയിട്ട് സച്ചി പറയുമ്പോ നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇടപെടൂടാ. അവൻ ചെയ്തിരിക്കുന്നത് സാധാരണ കുറ്റമല്ല, റോബറിയാണ്. അവൻ അമ്മയുടെ അടുത്ത് നിന്നാണ് പണം മോഷ്ടിച്ചത്. അവനെ വെറുതെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് വഴി പോകുന്ന ആൾക്കാരുടെ അടുത്ത് പണം അടിക്കും, അതുപോലെ തന്നെ ചെയിന് പിടിച്ചു പറിക്കും, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും. അവനെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ജയിലിൽ വെച്ചാൽ മാത്രമേ അവൻ തിരുത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്തെ ആൾക്കാർക്ക് ബുദ്ധി വരുന്നത് വരെ ജയിലിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ സച്ചിയാണെന്നുണ്ടെങ്കിൽ സുധീരെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. ഞാൻ അച്ഛനടുത്ത സംസാരിക്കുന്നത്, നീ എന്തിനാണ് കുറുകെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട്. പക്ഷേ രവിയാണെന്നുണ്ടെങ്കിൽ സച്ചി വിടടാ, നീ പോടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുവാണേ. സച്ചി കാലിപ്പിൽ ഷർട്ടിന്റെ കോളർ അങ്ങ് വിടുന്നുണ്ട്. ജയിലിലിടണം എന്നുള്ള കാര്യം നീ എന്ത് സാധാരണ പോലെ പറഞ്ഞത്? അല്ലെങ്കിലും നിനക്കൊരുത്തനെ പിടിച്ചിട്ട് ജയിലിലിടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കല്ലോ. അത് കേൾക്കുമ്പോഴേക്ക് സുധിയാണെങ്കിൽ തല താഴ്ത്തുവാണ്. അത് മാത്രമല്ല രവി സുധി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സംഭാഷണം കേട്ടിട്ട് രേവതിക്ക് മാത്രം ഒന്നും മനസ്സിലാവുന്നില്ല. സച്ചിയും ഭയങ്കര വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ട്. രവിയാണെന്നുണ്ടെങ്കിൽ വിഷമത്തോട് കൂടിയിട്ട് സച്ചിയെ നോക്കുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവാതെ 3 പേരെയും മാറി മാറി ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. തുടർന്ന് സച്ചിയാണെങ്കിൽ വീണ്ടും സുധിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഇത് നീയുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യമാണ്. നീ മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. സച്ചി, നീ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്ന എന്ന് രവി ചോദിക്കുന്നത് കേൾക്കുമ്പോ അച്ഛാ, പല കാര്യങ്ങളും ഞാൻ മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് നിർത്തുമ്പോഴേക്കും സുധി അവിടുന്ന് തലയും താഴ്ത്തി അങ്ങ് പോകുന്നുണ്ട്. സുധി പോയി കഴിഞ്ഞതിന് ശേഷം അച്ഛ അവന്റെ കാര്യം അച്ഛൻ വിട്ടേക്ക്. അച്ഛ കുറച്ച് ശരത്തിനൊന്ന് ഹെൽപ്പ് ചെയ്യോ? അമ്മ അവന്റെ മേല് വെറുതെ പഴിചാരാൻ വേണ്ടി നോക്കിയ ആ ദേഷ്യത്തിൽ അവൻ ചെയ്തു പോയതാണ് അച്ഛ. തെറ്റ് ചെയ്യാത്ത ഒരാളുടെ മേല് പഴിചാരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേദന എന്തായിരിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം അച്ഛ. ശരത്ത് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല ജോലിക്ക് പോയിട്ട് വീടും കുടുംബവും ഒക്കെ നന്നായിട്ട് നോക്കുക അച്ഛ. ഒരു കുടുംബം മുന്നേറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പണം കൊടുത്താൽ മതി എന്നുള്ള കാര്യം അച്ഛൻ പറയും. പക്ഷെ വരുന്ന തലമുറയ്ക്ക് പഠിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം മുന്നേറും എന്നുള്ള കാര്യത്തെ കുറിച്ച് അച്ഛൻ എപ്പോഴും പറയാറില്ലേ? ഇപ്പോ ശരത്ത് ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛ അവര് ഇത്രയും നാളും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോവില്ലേ? അച്ഛ ചെറിയ പ്രായത്തിൽ തന്നെ ജയിലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി മുഴുവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ രവിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. രവി അവിടെ അങ്ങ് പോവുകയാണ്. അടുത്ത് അച്ഛ എന്ന് വിളിച്ചും കൊണ്ട് രേവതി പറയുന്നുണ്ട്, ശരത്തിന് അച്ഛൻ എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തോളൂ, ആ കേസ് ഒന്ന് പിൻവലിച്ചാൽ മാത്രം മതി, ജയിലിലേക്ക് പോവാതെ ഒഴിവാക്കി തന്നാ മതി. അച്ഛന്റെ കൺമുമ്പിൽ ഞാൻ കൊണ്ട് നിർത്തി തരാം. അച്ഛൻ എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്തോളൂ, അത് വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ തയ്യാറാണ്. എന്റെ അച്ഛൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഞങ്ങള് അച്ഛനെയാണ് കാണുന്നത്. അച്ഛൻ ഞങ്ങളെ കൈവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂപ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രേവതി. അത്രയും കേട്ടിട്ടും രവിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടുന്ന് റൂമിലേക്ക് കയറി പോവാണ്. തുടർന്ന് നമ്മുടെ ചന്ദ്രമതിയാണ് കേട്ടോ കാണിക്കുന്നത്. ചന്ദ്രയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭാമ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വേറെ ഏതോ ലോകത്താണ്. ചന്ദ്രയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് രവിയേട്ടനെ ഓർമ്മ വന്നോ എന്നുള്ള കാര്യം. ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ മറന്നിട്ടില്ലല്ലോ. ഇത് കേട്ട ഭാമയാണെങ്കിൽ ചിരിച്ചുകൊണ്ട്
ആഹാ, നിനക്ക് രവിയേട്ടൻ്റെ അടുത്ത് എന്തൊരു സ്നേഹമാണ്. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കില്ല. സ്നേഹം ഇല്ലാതെയാണോ 30 വർഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത്? അല്ലെങ്കിലും അദ്ദേഹത്തിന് എനിക്കെങ്ങനെ മറക്കാൻ വേണ്ടി പറ്റുക? ഞാന് അടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും കുറച്ച് സമയം കൊണ്ട് തന്നെ എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കും. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ഒന്നും അല്ല. പിന്നെ നീ എന്തിനാണ് അടിയുണ്ടാക്കി വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഞാനല്ലെങ്കിലും അവരുമായിട്ട് അടിയുണ്ടാക്കിയിട്ടല്ലല്ലോ വന്നത്. എനിക്കല്ലെങ്കിലും അവരോട് ദേഷ്യമൊന്നുമില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ചന്ദ്ര മുഴുവിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുവാണേ. ബാമ ചെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് രവിയാണ് വന്നിരിക്കുന്നത്. ആഹാ, രവിയേട്ടാ വാ, ഇപ്പൊ ഞങ്ങള് നിങ്ങളെ കുറിച്ച് സംസാരിച്ചതുള്ളൂ, നിങ്ങൾക്ക് 100 ആയുസാന്നൊക്കെ പറയുന്നുണ്ടേ. രവി തന്നെ തേടിയിട്ട് അങ്ങോട്ട് വന്നല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ. എന്നെ കുറിച്ചിട്ട് എന്തോ സംസാരിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്താ ചന്ദ്ര എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ബാമയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. അതൊന്നുമില്ല രവിയേട്ടാ, നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വിളിക്കുവാണേ ബാമ. വന്ന ഉടനെ എങ്ങനെ സുഖാണോ രവിയേട്ടാന്ന് ചോദിക്കുന്നുണ്ടേ. എനിക്ക് സുഖക്കുറവൊന്നുമില്ല, നിനക്കോ എന്ന് ചോദിക്കുമ്പോ ഞാൻ നന്നായിട്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ബാമയാണെങ്കിൽ ഞാനൊന്ന് കടവരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് രവിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ചന്ദ്ര നിൽക്കുമ്പോൾ നീ എന്തിനാ നിൽക്കുന്നത്, നീയും ഇരിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിട്ട് രവി ആവശ്യപ്പെടുവാണ്. ഞാൻ വിചാരിച്ചു നീ ഇവിടെ വിഷമത്തോടു കൂടി ഇരിക്കുക എന്നുള്ള കാര്യം. എന്നാ ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണേ. ആപ്പിള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാമയാണ്. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ ബാമ എന്തായാലും ഒറ്റയ്ക്ക് കഴിക്കില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്, ഞാൻ ഇവിടെ പട്ടിണി കിടക്കണം എന്നാണെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ടേ. നീ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം കേട്ടാ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. നിങ്ങളെ എന്തിനാ എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. ചന്ദ്രേ, അന്നേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, നിന്റെ അടുത്ത് ഞാൻ ഒരിക്കലും പോവാൻ വേണ്ടി പറയില്ല എന്ന്. അതുപോലെ ഞാൻ വിളിക്കാതെ തന്നെ നീ അങ്ങോട്ട് കയറി വന്നോ. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. നീ ശരത്തിന്റെ മേലെ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് പിൻവലിക്കണം. ഓ, അതിനു വേണ്ടിയിട്ടാണല്ലോ വന്നത്, അല്ലാതെ എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വന്നതല്ല. ആ പൂ കിട്ടുന്ന അവളുടെ കുടുംബത്തിനോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് വന്നതാണല്ലേ. ഞാൻ വിചാരിച്ചു നിങ്ങൾ മാറിയെന്ന്. പക്ഷേ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ചന്ദ്രേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. കംപ്ലൈന്റ് നീ പിൻവലിക്കണം. ഞാൻ എന്തിനാ കംപ്ലൈന്റ് പിൻവലിക്കുന്നത്? അവൻ എന്താ സാധാരണ കാര്യമാണോ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശരിയെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ലല്ലോ. അവൻ ചെറിയ പയ്യനാണ്. അവൻ ചെറിയ പയ്യനല്ലേ. നമ്മുടെ മക്കളും അതുപോലെ ചെറിയ തെറ്റൊക്കെ ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾ ചെറിയ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ മക്കളെ അങ്ങനെയല്ല വളർത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടി ജനിച്ചു വളർന്ന സാഹചര്യം അങ്ങനെയാണ്. ആ ചെറിയ പയ്യനെ ജയിലിലേക്ക് അയച്ചത് കൊണ്ട് നിനക്ക് എന്ത് ലാഭം കിട്ടാൻ വേണ്ടി പോകുന്നത്? എന്റെ അടുത്ത് നിന്ന് പണം മോഷ്ടിച്ചവനെ ജയിലിലേക്ക് അയച്ചല്ലോ എന്നുള്ള ഒരു മനസ്സംതൃപ്തി എനിക്കുണ്ടാകും. മനസ്സിനും ഒരു സന്തോഷം കിട്ടും. ഇതുപോലത്തെ അല്പസന്തോഷം ഇത്ര നാളെ നീണ്ടു നിൽക്കും. ആ കുടുംബത്തിനെ ആയുസ് മൊത്തം കരയിപ്പിച്ചിട്ട് നിനക്ക് എന്ത് സന്തോഷ ചന്ദ്ര കിട്ടാൻ വേണ്ടി പോകുന്നത്? ശാപം ഇടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനോ നിന്നെ ശപിക്കാൻ വേണ്ടിയിട്ട്? ഒരു കുടുംബത്തിന്റെ ശാപം നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അല്ല രവിയേട്ട, അന്ന് നിങ്ങള് അവൻ ചെയ്ത തെറ്റാണ്, അവന് ശിക്ഷ കിട്ടണം എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എന്താ നിങ്ങളുടെ മോനും അതുപോലെ മരുമകളും കൂടി ചേർത്തിട്ട് നിങ്ങളുടെ മനസ്സ് മാറ്റിയോ? അതിനെ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഇത് കേട്ട രവി മറ്റുള്ളവർ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ഒരാളല്ല ഞാൻ. എന്റെ മനസാക്ഷിക്ക് തോന്നുന്നത് എന്തൊക്കെയാണോ അതുമാത്രം ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അത് നിനക്കും അറിയാലോ. അതെ, വലിയൊരു മനസാക്ഷി. ആ മനസാക്ഷിയാണ് അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ഇപ്പൊ സമാധാനത്തോടു കൂടി നിന്നേനെ. നീ ചന്ദ്രെ പഴയ കഥയൊന്നും പറയണ്ട. രേവതി വന്നതിന് ശേഷമാണ് നമ്മുടെ വീട് നന്നായിട്ടിരിക്കുന്നത്. സച്ചി ഒരു മനുഷ്യനായി മാറിയിട്ടുണ്ട്. അവൻ മുന്നത്തെ പോലെയൊന്നുമല്ല, നിനക്ക് തന്നെ അത് അറിയാലോ. പണ്ടൊക്കെ സച്ചി എന്നും കുടിച്ചിട്ട് വരുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്തിനാ ഈ പുരാണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവനെ ഞാനായിരുന്നു കുടിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നത്. രേവതി വന്നതിന് ശേഷമാണല്ലോ അവനെ തിരുത്തിയത്. അവള് ചെയ്ത കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലല്ലോ. അത് കേട്ട് ചന്ദ്ര വായ മൂടി നിൽക്കുന്നുണ്ടേ. ശരി, എന്തായാലും ആ പയ്യനെ ശിക്ഷിച്ചിട്ട് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അവന് അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തു പോയി. ഇപ്പൊ അവൻ എന്തായാലും തിരുത്തിയിട്ടുണ്ട്. ഈ തിരുത്തിയവനെ നമ്മൾ ശിക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൻ പഴയ ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ പോകും. എന്റെ അമ്മ എപ്പോഴും പറയും, നമ്മള് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താലേ നമ്മള് ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റുള്ളവർ നമുക്ക് മാപ്പ് തരുള്ളൂ. ശരത്ത് ചെയ്ത തെറ്റ് നിന്നോട് പൊറുക്കാനോ മറക്കാനോ ഞാൻ പറയുന്നില്ല. അവനെ തിരുത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ദർഭം കൊടുക്കണം. നന്നായിട്ട് ചിന്തിച്ചിട്ട് നീ നിന്റെ തീരുമാനം അറിയിക്കുക. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ കുറച്ചു നേരം ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ശരി, നിങ്ങൾ ഇത്രയും പറഞ്ഞതല്ലേ, ആ കംപ്ലൈന്റ് ഞാൻ പിൻവലിക്കാം. നീ സത്യം തന്നെയാണോ പറയുന്നത് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. അതെ, പക്ഷേ ഒരു കാര്യം, പൂക്കിട്ടുന്നവള് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. അവളെ പോലെ ഒരുത്തിക്ക് നമ്മുടെ വീട്ടില് ജീവിക്കാനുള്ള യോഗ്യതയില്ല. രേവതി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സച്ചി എന്ത് ചെയ്യും? അവളാണ് പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൂടെ പോട്ടെ എന്ന് പറയുകയാണെ. ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ചന്ദ്രേ. സച്ചി നീ പ്രസവിച്ച് മകനാണ്, അവനോട് മാത്രം നിനക്ക് എന്താണ് സ്നേഹം ഇല്ലാത്തത്? ഇതൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ചന്ദ്ര എന്ന് പറയുമ്പോൾ തെറ്റും ശരിയൊന്നും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറല്ല. അവർ രണ്ടുപേരും വീട് വിട്ടു പോയാൽ മാത്രം ഞാൻ ഈ കേസ് പിൻവലിക്കുള്ളൂ.
അവര് എവിടെ പോകുന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ അവരെവിടെയെങ്കിലും പോട്ടെ, അവര് വീട്ടിൽ നിന്നാൽ മാത്രമേ പ്രശ്നം വരുള്ളൂ. അവര് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ 2 മരുമക്കൾ വേണമെന്നുണ്ടെങ്കിൽ വീട് വിട്ട് പോവുകയും ചെയ്യും. മറ്റു മരുമക്കളും വലിയ വീട്ടിൽ നിന്ന് വന്നവരാണ്. എന്തായാലും അവർക്കൊരു പ്രശ്നം വരുന്ന രീതിയിൽ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ, ഇതാണ് ചന്ദ്രൻ നിന്റെ പ്രശ്നം, എല്ലാവരെയും നീ ഒരുപോലെ കാണില്ല. രേവതിയെ നീ എത്ര ചീത്ത വിളിച്ചാലും അവള് സഹിച്ചിട്ടാണ് അവിടെ കഴിയുന്നത്. നീ രേവതിയുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ മറ്റു 2 മരുമക്കളുടെ അടുത്തൊന്ന് സംസാരിച്ചു നോക്ക്. അടുത്ത നിമിഷം തന്നെ നിന്റെ മക്കളെയും കൂടിയിട്ട് അവര് പുറത്തു പോയിട്ടുണ്ടാകും. ഇപ്പൊ നിനക്ക് കേസ് പിൻവലിക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത്, എന്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞില്ലേ. പിടിവാദം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വ്യാധിയാണ്, അതിന് മരുന്നുണ്ടാവില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ശരീരം ഇല്ലാതാകും. കൂടുതലൊന്നും പറയാതെ രവി അവിടെ നിന്ന് പോകുമ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. നീ നിന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. രവി കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പോകുന്ന സമയത്താണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്കിൾ എന്താ ഇവിടെ, ആന്റിയെ തിരികെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അതിനൊന്നും അല്ല അവര് വന്നത്, കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ എന്തിനാ അതിനു വേണ്ടിയിട്ട് വന്നത്? അമ്മയെ സമാധാനപ്പെടുത്തിയിട്ട് വീട്ടിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടിരുന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയത്തിന്റെ മേലെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കും. മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് തള്ളിയിട്ടിട്ട് അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ ചെയ്യുന്നത് രവി.